ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 16-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേര് അത്ഭുത പൂത്തിരി. ഔമി മധുരമായി പാടി. ഔമി ഒരു തിമിംഗല കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഔമി മധുരമായി പാടി. എങ്ങനെയാ പാടിയത്? തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ? നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ? കടലല മേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഔമി പാടുന്നത്. എന്താണ്? നമുക്ക് ഫസ്റ്റ് വരികൾ നോക്കാം. തിരകളിലൂന്നി കുതിച്ചു ചാടി തിരകളെ നോക്കാറുണ്ടോ? അതായത് തിരകളിൽ നിന്നും കുതിച്ച് മേലോട്ട് ചാടിയിട്ട് തിരകളെ നോക്കാറുണ്ടോ എന്ന്. മേത്ത് ചാടിയിട്ട് മുകളിൽ നിന്നും തിരകളെ നോക്കാറുണ്ടോ? നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കണ്ടിട്ടുണ്ടോ? പിന്നെന്താണ്? നീലവാനവും നിറമേഘങ്ങളും വെയിലൊളിയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കടലല മേലെ തുള്ളിച്ചാടി കരയെ കണ്ടിട്ടുണ്ടോ? കടലല എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അല, തിരയുടെ മേലേക്ക് തുള്ളിച്ചാടിയിട്ട് കരയെ കണ്ടിട്ടുണ്ടോ എന്നല്ലേ. വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് ചാടുമ്പോൾ അക്കരെ നിൽക്കുന്ന കര കണ്ടിട്ടുണ്ടോ എന്നാണ് ഔമി പാട്ടുപാടി ചോദിക്കുന്നത്. പാട്ട് കേട്ട് 4 പാട് നിന്നും ഒത്തിരി കുഞ്ഞു മത്സ്യങ്ങൾ നീന്തിയടുത്തു. അവ ഔമിക്ക് ചുറ്റും കൂടി. ഔമി പാട്ട് പാടുന്നത് കേട്ടിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം കൂടെ ഔമിയുടെ ചുറ്റും കൂടി. എന്നിട്ടോ പാട്ട് തീർന്നപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ കൊഞ്ചി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഔമി പുന്നാര തിമിംഗലക്കുട്ടി. അപ്പോൾ ഔമി വിളി കേൾക്കുക. അപ്പോൾ അവർ പറയാ, ഞങ്ങൾക്കൊരാശ. അപ്പോൾ ഔമി ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ ആശ? അപ്പോൾ ആ കുഞ്ഞു മീനുകൾ ചോദിക്കുക, പറയട്ടെ? അപ്പോൾ ഔമി പറയും, എന്തിനാ അങ്ങനെ മൂളുന്നത്? പറഞ്ഞോളൂ എന്ന് പറയാണല്ലേ ഔമി. അപ്പോൾ അവരെന്താ ചോദിക്കുന്നത് ഔമിയോട്? പക്ഷികളെ കണ്ടിട്ടില്ലേ? ഔമി പറയും, ഉണ്ട്. പക്ഷികൾ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണണം. അപ്പോൾ കുഞ്ഞു മീനുകൾ എന്താ പറയുന്നത്? പക്ഷികൾ ഉയർന്ന് പറക്കുമ്പോൾ പക്ഷികൾ താഴെയുള്ള കാഴ്ചകളൊക്കെ കാണൂലേ, അതുപോലെ ഞങ്ങൾക്കും കാഴ്ചകൾ, ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണണമെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഔമി എന്ത് ചെയ്യാണ്? ഔമിക്ക് ചിരി വന്നു. നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ്. അവർ പറയാ, നീ വിചാരിച്ചാൽ നടക്കും, പ്ലീസ്. കുപ്പിയിലാക്കുകയാണല്ലേ, സൂപ്പിടുകയാണ്. അപ്പോൾ ഔമി ഒന്ന് ആലോചിച്ചു. കുഞ്ഞു മീനുകളുടെ ആഗ്രഹം പോലെ തന്നെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഔമി ഒരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ, നമുക്ക് നോക്കാം. അപ്പോൾ ഔമി ചോദിക്കുകയാണ് മീനുകളോട്, എല്ലാവരും റെഡിയാണോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയാണ്. അപ്പോൾ കുഞ്ഞു മത്സ്യങ്ങൾ സമ്മതിച്ചു. ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ പോവല്ലേ, അവരൊക്കെ സമ്മതിച്ചു. അപ്പോൾ ഔമി പറയാണ്, എന്നോടൊപ്പം മുകൾ പരപ്പിനടുത്തേക്ക് വരൂന്ന്. ഞാൻ വെള്ളത്തിൽ അല്പം താഴും, അപ്പോൾ നിങ്ങൾ എൻ്റെ മുതുകിൽ കയറണം. അവർ അങ്ങനെ ചെയ്തു. എന്നിട്ടോ എന്താ അപ്പം ചെയ്തത്? ഔമി പറയാണ്, ഞാൻ വെള്ളത്തിലേക്ക് താന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുതുകിൽ നിങ്ങളെല്ലാവരും കയറണം എന്നല്ലേ. അങ്ങനെ അവർ ചെയ്തു. എന്നിട്ടോ ഔമി റെഡി 1 2 3 എന്നിട്ട് എന്ത് ചെയ്യും? അതാ ഔമി മുകളിലേക്ക് വെള്ളം ചീറ്റുന്നു. അവരെല്ലാവരും പുറത്താണല്ലേ ഉള്ളത്. ഔമി വെള്ളം മുകളിലേക്ക് ചീറ്റുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ശക്തമായി വെള്ളം ഉയർന്നു പൊങ്ങി. ഒപ്പം കുഞ്ഞു മത്സ്യങ്ങളും വെള്ളം ചീറ്റുന്ന സമയത്ത് വെള്ളം മുകളിലോട്ട് ഉയർന്നു. അപ്പോൾ ഔമിയുടെ പുറത്തുള്ള കുഞ്ഞു മത്സ്യങ്ങളെല്ലാം ഉയർന്നു പൊങ്ങി, പൂത്തിരി കത്തിച്ചിതറുന്നത് പോലെ. അപ്പോൾ പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പൂത്തിരി കത്തുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ പൂത്തിരി കത്തിച്ചിതറുന്നത് പോലെ മീനുകളെല്ലാവരും ഉയരത്തിലേക്ക് പൊങ്ങി. 4 ഭാഗത്തേക്കും കുഞ്ഞു തുള്ളികളും കുഞ്ഞു മത്സ്യങ്ങളും ചിതറി. മക്കൾ ഇവിടെ ചിത്രത്തിൽ കണ്ടോ? ഇതുപോലെയാണ് വെള്ളം ചീറ്റിയത് അല്ലേ. അപ്പോൾ മത്സ്യങ്ങളെല്ലാവരും മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയത് കണ്ടോ? അവരെങ്ങനെയാ തിളങ്ങിയത്? സൂര്യപ്രകാശത്തിൽ രത്നങ്ങൾ പോലെ അവ മിന്നിത്തിളങ്ങി. വെള്ളപ്പൂത്തിരി, അത്ഭുതപ്പൂത്തിരി.
നീലവാനം നിറമേഘങ്ങൾ വെയിലൊളി കാണൂ വേഗം കടലലമേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം. അപ്പോൾ ഔമി എന്താ പറയുന്നത്? നീലവാനവും നിറമേഘങ്ങളും വെയിലൊളിയൊക്കെ വേഗം കാണൂന്നു അല്ലേ? ഉയരത്തിൽ നിൽക്കുമ്പോൾ എല്ലാം വേഗം കാണും. നീലവാനം എന്ന് പറഞ്ഞാൽ നീല ആകാശം, നിറമേഘങ്ങൾ, വെയിൽ ഒക്കെ കാണാൻ പറയാണ്. അതുപോലെ തന്നെ കടലലമേലെ തുള്ളിച്ചാടി കരയെ കാണൂ വേഗം. അപ്പോൾ കര കാണാൻ വേണ്ടിയിട്ട് പറയാണ്. മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ദൂരെയുള്ള കര കാണാൻ പറ്റൂലേ? അപ്പോൾ കരയൊക്കെ കാണൂ വേഗം എന്ന് ഔമി കുഞ്ഞു മീനുകളോട് പറയാണ്. കുഞ്ഞു മത്സ്യങ്ങൾ അത്ഭുത കാഴ്ചകൾ കണ്ടു. അതാ താഴെ വേലിൽ തിളങ്ങുന്ന തിരകൾ. നോക്കൂ, കരയിൽ പട്ടം പറത്തുന്ന കുട്ടികൾ. പിന്നെ എന്തൊക്കെയാ കണ്ടത്? തീരത്ത് പാറി നടക്കുന്ന കടൽക്കാക്കകൾ, ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യൻ, ഒഴുകി നടക്കുന്ന മേഘങ്ങൾ, പാറിപ്പറക്കുന്ന പക്ഷികൾ, തിരകളിൽ കളിക്കുന്ന കുട്ടികൾ, കടലിൽ വല വീശുന്ന മീൻപിടുത്തക്കാർ, ബോട്ട് യാത്രക്കാർ, മണലിൽ വീടുണ്ടാക്കി കളിക്കുന്ന കുട്ടികൾ, വലിയ തിരമാലകൾ. ഇതുപോലെ മക്കളുടെ ഭാവനയ്ക്കനുസരിച്ചില്ലേ കുഞ്ഞു മീനുകൾ കാണാൻ സാധ്യതയുള്ളതൊക്കെ എഴുതാട്ടോ. അടുത്തത് കടൽക്കരയിലെ കാഴ്ചകൾ. എന്തൊക്കെ കാഴ്ചകളാണ്? അതിനൊന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടല്ലേ. ആകാശം പല നിറം ചാലിച്ചു ചേർത്തു വാനം, കടലിൻ്റെ ചിത്രം വരച്ചു വെച്ചു. കടൽ പിന്നെ അത് നോക്കി നോക്കിയുള്ളിൽ ആകാശ ചിത്രം വരച്ചു വെച്ചു. ആകാശത്തിനെ ഇവിടെ വർണ്ണിച്ചെഴുതിയിരിക്കുകയാണ് അല്ലേ മക്കളെ? അപ്പോൾ ആകാശത്തിന് കടലിനെയും കടലിന് ആകാശത്തെയും ഒക്കെ കാണാൻ പറ്റും അല്ലേ? കുഞ്ഞു മീനുകൾ എപ്പോഴാണ് ആകാശം കണ്ടത്? ഔമി മുകളിലേക്ക് പൊന്തി ആ വെള്ളം ചീറ്റിയ സമയത്താണ് അല്ലേ? അടുത്തത് ഏതാണ്? കാറ്റ്. കാട്ടുമരങ്ങൾ തൻ പൂത്ത കൊമ്പിൽ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ്. തീരത്തു വന്നു കടൽക്കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു വാനിടത്തിൽ. ഇവിടെ എന്താ പറയുന്നത്? കാട്ടുമരങ്ങളുടെ പൂത്ത കൊമ്പിലൊക്കെ ഊഞ്ഞാലിലാടും പോലെയുള്ള ഈ കാട്ടുകാറ്റ് എന്ന് വർണ്ണിച്ചെഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഊഞ്ഞാലിലാടിയ കാട്ടുകാറ്റ്, കാട്ടുമരങ്ങൾക്കിടയിലൂടെയൊക്കെ വരുന്ന കാറ്റ് തീരത്ത് വന്ന് കടൽ തീരത്ത് വന്നിട്ട് കടൽക്കാറ്റിനൊപ്പം പാറിപ്പറക്കുന്നു അല്ലേ? കടൽക്കാറ്റിനൊപ്പം പാറിപ്പറന്ന് കളിക്കുകയാണ്. അടുത്തതോ തിരകൾ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് മേൽപോട്ട് കുഞ്ഞു മീനുകൾ പോയപ്പോൾ കണ്ടത് എന്നുള്ളതിൽ നമുക്ക് ആകാശം, കാറ്റ്, പിന്നെ തിരകൾ എഴുതാം, കടൽ തീരമൊക്കെ എഴുതാം അല്ലേ? അപ്പോൾ തിരകളെക്കുറിച്ച് എന്താണ് വിവരിക്കുന്നത്? തിരകളെപ്പോലെ തിരിച്ചു തുള്ളി കുഞ്ഞുങ്ങളോടുന്നു കടലിലേക്ക്. കുഞ്ഞുങ്ങളെപ്പോൾ ചിരിച്ചു തുള്ളി തിരതുള്ളിയെത്തുന്നു കരയിലേക്ക്. ഇവിടെ തിരകളെപ്പോലെ ചിരിച്ചു തുള്ളിയില്ലേ കുഞ്ഞുങ്ങൾ കടലിലേക്ക് ഓടുകയാണ്. അപ്പോഴോ കുഞ്ഞുങ്ങളെപ്പോലെ ചിരിച്ചു തുള്ളി തിര കരയിലേക്ക് വരികയാണ്. തിരമാലകൾ മക്കൾ കണ്ടിട്ടില്ലേ? കരയിലേക്ക് വരുന്നു, വീണ്ടും കടലിലേക്ക് തന്നെ വലിഞ്ഞു പോകുന്നു. ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കടൽ തീരം. മാനത്തു പട്ടങ്ങൾ പല നിറത്തിൽ, വീർത്തു പൊങ്ങും ബലൂൺ പല നിറത്തിൽ. മക്കൾ കണ്ടിട്ടുണ്ടോ? ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പട്ടങ്ങൾ പറപ്പിക്കുന്നത് കാണാം അല്ലേ? ചെറിയ കുട്ടികളും വലിയവരൊക്കെ പറപ്പിക്കുന്നത് കാണാം. അതുപോലെ തന്നെ കുറേ ബലൂൺ കാണാം, പിന്നെ കച്ചവടക്കാരെ കാണാം, പിന്നെയോ പല പല അല്ലേ ആഹാര സാധനങ്ങളുണ്ട്, പിന്നെ മണൽ കൊണ്ട് വീടുണ്ടാക്കുന്ന കുട്ടികളെ കാണാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ബീച്ചിൽ പോയാൽ കാണാൻ പറ്റൂലേ? വലിയ വലിയ തിരമാലകൾ കാണാം. ഇനി നമുക്കിഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. രുചിയൂറും പലഹാരം പല നിറത്തിൽ, പല പല വേഷങ്ങൾ പല നിറത്തിൽ അല്ലേ? പല പല വേഷത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അടുത്തത് വായിക്കൂ, ചിത്രം വരയ്ക്കൂ. കടലിരമ്പം. കടൽ തീരത്തിരുന്ന് കുട്ടി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അമ്മയും കൂടെ കൂടി. ചിത്രം മായ്ക്കാൻ തിരമാല എത്തി. മായ്ക്കല്ലേ മായ്ക്കല്ലേ കുട്ടി പറഞ്ഞു. എൻ്റെ കൂടെ കളിക്കാൻ വന്നാൽ മായ്ക്കില്ല, തിരമാല പറഞ്ഞു. എന്നാൽ തൊട്ടോടൽ കളി കളിക്കാം. ഞാൻ കാലിൽ തൊടാൻ വരും, അപ്പോൾ നീ ഓടണം. കുട്ടി തിരമാലയുടെ കൂടെ കളിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട്. അമ്മയും കൂടെ കൂടി. കളിച്ച് കളിച്ച് തിരമാല കുട്ടിയെ കുളിപ്പിച്ചു. കുട്ടി തിരമാലയോട് പിണങ്ങി മുഖം വീർപ്പിച്ചു. എന്താ പിണങ്ങിയേ? നീ എന്നെ ഉപ്പുവെള്ളത്തിൽ എന്തിനാ കുളിപ്പിച്ചത്? തിരമാല പൊട്ടിച്ചിരിച്ചു. കുട്ടിക്ക് തിരമാല ഒരു സമ്മാനം കൊടുത്തു, വലിയൊരു ശംഖ്. അമ്മ ആ ശംഖ് കുട്ടിയുടെ ചെവിയോട് ചേർത്ത് പിടിച്ചു. അപ്പോൾ കുട്ടി കടലിരമ്പം കേട്ടു. ഈ കഥ മക്കൾക്ക് ഇഷ്ടമായോ?
നമ്മളൊക്കെ ബീച്ചിൽ പോയാലല്ലേ, കടൽ തീരത്ത് പോയാൽ നമ്മൾ മണലിൽ ചിത്രങ്ങൾ വരയ്ക്കുകയോ നമ്മുടെ പേര് എഴുതുകയോ ഒക്കെ ചെയ്യാറില്ലേ? അപ്പോൾ എന്താണ് അത് തിരമാല വന്ന് മായ്ച്ച് കളയൂലേ? ഇവിടെ ഈ കുട്ടി തിരമാലയോട് മായ്ക്കല്ലേ എന്ന് പറയാണ് അവൾ വരച്ച ചിത്രം. അപ്പോൾ തിരമാല പറയാണ് എൻ്റെ കൂടെ കളിച്ചാൽ ഞാൻ മായ്ക്കൂലെന്ന്. അങ്ങനെ അവർ തൊട്ടോടൽ കളി കളിക്കുകയാണല്ലേ. അവസാനം കുട്ടി ഒന്നാകെ നനഞ്ഞു കുളിച്ചു. അപ്പോൾ കുട്ടി പിണങ്ങിയ സമയത്ത് തിരമാല ഒരു ശംഖ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അമ്മ കുട്ടിയുടെ ചെവിയുടെ നേർക്ക് ആ ശംഖ് ചേർത്ത് പിടിച്ചപ്പോൾ കുട്ടി എന്താണ് കേട്ടത്? കടലിരമ്പം കേട്ടൂലേ? കടലിൻ്റെ ആ ശബ്ദം കേട്ടൂലേ? മക്കളിവിടെ താഴെ ഒരു ചിത്രം വരയ്ക്കണം. എന്തൊക്കെയാ ചിത്രത്തിൽ വേണ്ടത്? അമ്മയും ആ ഒരു കുട്ടിയും വേണം. അവരുടെ കയ്യിൽ എന്താണ്? ശംഖ് വേണം, പിന്നെ കടൽ വേണം അല്ലേ, തിരമാലകൾ വേണം. അതെല്ലാം കൂടെ ഉള്ള നല്ലൊരു ചിത്രം വരച്ച് മക്കൾ കളർ കൊടുത്ത് ഭംഗിയാക്കണം കേട്ടോ. അപ്പോൾ മക്കളെ, ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗമാണ് എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.